अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन, अस्सलातु वस्सलामु अला अशरफिल मखलूकीन व अला आलिहि वसह്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള സാദാത്യങ്ങൾ, SKSSFന്റെ സംസ്ഥാന ഭാരവാഹികൾ, ഈ സമ്മേളനത്തെ, ഈ പ്രതിഷേധ ജ്വാലയെ, ഈ പ്രതിഷേധ മാർച്ചിനെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ സീനിയർ നേതാക്കളായിട്ടുള്ള MP ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, ഞങ്ങളെ ശ്രമിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികളെ, ദീർഘമായ സ്വാഗത പ്രഭാഷണത്തിന് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ബാബരിക്ക് ശേഷം വീണ്ടും ധാരാളം മസ്ജിദുകൾ, അതുപോലെ തന്നെ പുണ്യഗേഹങ്ങൾ അത് കവർന്നെടുക്കാനും തല്ലിത്തരിപ്പണമാക്കാനും ചില രാജ്യത്തെ വർഗീയ വിധ്വംസക ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് സമീപകാലത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള സാഹചര്യം. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം അഭിമന്യനായ രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്തേക്ക് നിറയൊഴിച്ചവർ തന്നെ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ 4.5 നൂറ്റാണ്ടുകാലം അള്ളാഹുവിന് ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചിട്ടുള്ള ബാബരി മസ്ജിദ്, അതിന്റെ താഴികക്കുടങ്ങൾ ഓരോന്നോരോന്നായിട്ട് തല്ലിത്തകർത്ത കാഴ്ച നമ്മൾ കണ്ടു. ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിന് ഇന്ന് 32 വർഷം പിന്നിടുകയാണ്. ആ സന്ദർഭത്തിൽ ഒട്ടേറെ മസ്ജിദുകളും അതുപോലെ തന്നെ പുണ്യഗേഹങ്ങളിലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടത്തെ ഹിന്ദുത്വ വർഗീയ ശക്തികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദുരന്തപൂർണമായിട്ടുള്ള കാഴ്ചയാണ് ഷാഹിയില് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ മസ്ജിദ് ക്ഷേത്രാവശിഷ്ടങ്ങൾ, മസ്ജിദ് ക്ഷേത്രം പൊളിച്ചു നിർമ്മിച്ചതാണെന്നും അതുപോലെ തന്നെ ആ മസ്ജിദിനടിയിൽ ശിവലിംഗം ഉൾപ്പെടെയുള്ള സംഗതികൾ കിടക്കുന്നുണ്ടെന്നും അത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ പ്രാദേശികമായിട്ടുള്ള കോടതിയിൽ വ്യവഹാരം നടത്തുകയും അതുവഴി സർവേ നടത്താനുള്ള ഉത്തരവ് സംഘടിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി സർവേ നടത്താൻ വേണ്ടി വന്ന ആളുകൾ, സർവേ നടത്തുന്നതിൽ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾ, അവിടുത്തെ മതേതര വിശ്വാസികൾ, അവിടുത്തെ വിശ്വാസി സമൂഹം അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പ്രതിഷേധമറിയിക്കുകയും ചെയ്തപ്പോൾ അവർക്കെതിരെ വെടിയുതിർത്തുകൊണ്ട് അവരെ നിഷ്പ്രഭമാക്കാനും ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറ്റാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. മാത്രമല്ല, കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരെ കാണുന്നതിനും അവരെ ക്ഷമാശ്വസിപ്പിക്കുന്നതിനും അവർക്ക് ആശ്വാസം പകരുന്നതിനും സമാധാന സന്ദേശവുമായി കടന്നു ചെന്നിട്ടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ ജില്ലാ അതിർത്തിയിൽ തടഞ്ഞുകൊണ്ട് വളരെ മോശമായ സമീപനമാണ് ഉത്തർപ്രദേശിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. എന്ത് താല്പര്യത്തിന്റെ പിറകിലാണ്, ഏത് നിയമത്തിന്റെ പിറകിലാണ് ഈ തരത്തിലുള്ള കോപ്രായങ്ങൾ നടത്തുകയും ഈ തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക്, വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക്, വർഗീയതക്ക് ചൂട്ടുപിടിക്കുന്നത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ഈ സന്ദർഭം ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അജ്മീർ ദർഗാ ഷരീഫ്, ഇന്ത്യൻ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഷെയ്ഖ് മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ദർഗാ ഷരീഫ്, 800 വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ഒരു ദർഗ. ആ ദർഗയും അമ്പലമായിരുന്നു, ക്ഷേത്രമായിരുന്നു. ആ അമ്പലം പൊളിച്ച്, അല്ലെങ്കിൽ ആ ദർഗാ ഷരീഫ് പൊളിച്ചാൽ അവിടെ നിന്ന് ലഭ്യമാകുന്നത് ക്ഷേത്രാവശിഷ്ടങ്ങളായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതാ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡൽഹി ജുമാ മസ്ജിദിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. രാജ്യത്ത് സൗഹൃദപൂർണമായി നടന്നു പോകുന്ന കാര്യങ്ങൾ, പാരസ്പര്യത്തോടുകൂടെ ജീവിക്കുന്ന ജനങ്ങൾ, ഈ ജനങ്ങൾക്കിടയിൽ മൈത്രിയും പാരസ്പര്യവും സഹവർത്തിത്വവും സാഹോദര്യവും തല്ലിത്തകർത്ത് വിദ്വേഷവും വർഗീയതയും വിതച്ചുകൊണ്ട് തങ്ങളുടെ സങ്കുചിതമായ ദേശരാഷ്ട്ര സങ്കല്പം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏകാധിപത്യ രാഷ്ട്രം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിന്റെ ഇംഗിതത്തോടുകൂടെ, അവരുടെ സഹായത്തോടുകൂടെ, സഹകരണത്തോടുകൂടെ നടത്തുന്ന ചില പ്രവർത്തനങ്ങളായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ രാജ്യത്തെ ജനങ്ങളെ
ബോധവൽക്കരിക്കുകയും അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയുമാണ് SKSSF ഇവിടെ നിർവഹിക്കുന്നത്. ഇതൊരു സമരത്തിന്റെ തുടക്കം മാത്രമാണ്. ഇതൊരു പ്രക്ഷോഭത്തിന്റെ തുടക്കം മാത്രമാണ്. ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ തച്ചുടച്ച സമയത്ത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇതേപോലെ അത്യുച്ഛലമായിട്ടുള്ള ഒരു മാർച്ചുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ SKSSF ഉൾപ്പെടെ ഈ രാജ്യത്തെ മതേതര ശക്തികൾ, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ രാജ്യത്ത് പ്രതിഷേധിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ശബ്ദങ്ങളെയും അതുപോലെ തന്നെ ആ സമരങ്ങളെയും ഒക്കെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. 38 വർഷം കഴിയുന്ന ഈ സന്ദർഭത്തിൽ അത് പറയാനല്ല ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എങ്കിലും ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ ഓരോന്നും തച്ചുടച്ചിട്ടുള്ള കർസേവകർക്ക് അനുകൂലമാകുന്ന വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇനിയൊരു ബാബരി ആവർത്തിക്കില്ലല്ലോ. ഇനിയൊരു ബാബരി മസ്ജിദ് പോലെയുള്ള ഒരു മസ്ജിദിനും തകരാറ് സംഭവിക്കില്ലല്ലോ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്ത് ഏതൊരു ആരാധനാലയം ആരുടെ കൈവശമാണോ, ഏത് ആരാധനാ കർമ്മമാണോ അവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്, അത് നിർവഹിക്കപ്പെടണമെന്നും അത് തുടരണമെന്നും 1991 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമത്തെ മറികടന്നുകൊണ്ട് അതിനെ തച്ചുടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് SKSSF ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ഇതൊരു പ്രക്ഷോഭത്തിന്റെ തുടക്കം മാത്രമാണ്. ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ SKSSF ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിയമപരമായും അതുപോലെ തന്നെ ജനകീയമായും ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി SKSSFന്റെ മക്കൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉച്ചത്തിൽ ഉച്ചരിക്കാൻ, പ്രഖ്യാപിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഏതെങ്കിലും സമരം പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം പോലെ ഇതിനെ കാണാൻ കഴിയില്ല. രാജ്യത്തെ മതേതരത്വ ജനാധിപത്യ വിശ്വാസികൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ എല്ലാ നിയമത്തിന്റെ പരിധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ മാർഗത്തിൽ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്, ഇവിടെ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അഭിനന്ദനായ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവരുകളാണ്. തങ്ങളെ ആദരവോടുകൂടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങളെ ആദരവോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന സംഘടനയുടെ സീനിയർ നേതാവ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സത്താർ പന്തലൂർ സാഹിബിനെ ആദരവോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അഭിനന്ദനായ സയ്യിദ് മുബശ്ശർ തങ്ങൾ, സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ, MP കരുമങ്ങല്ലൂർ ഉസ്താദ്, ഗഫൂർ ദാരിമി ഉസ്താദ് തുടങ്ങി എല്ലാ നേതാക്കളെയും SKSSFന്റെ സഹഭാരവാഹികളായിട്ടുള്ള അയ്യൂബ് മാസ്റ്റർ, ആഷിഖ് കുഴിപ്പുറം ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെയും നേതാക്കളെയും എല്ലാവരെയും ഈ പ്രക്ഷോഭം, ഈ പ്രതിഷേധ റാലി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നാടിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ പ്രക്ഷോഭം ഇത് തുടക്കമാണ്. SKSSF ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനം വരെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പിന്തുണയുണ്ടാകണം, നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. SKSSF വിളിക്കുന്ന സമയത്ത്, സമസ്ത വിളിക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ പൊതുശത്രുവിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് ജനാധിപത്യ മതേതര ശക്തികളുടെ സഹകരണത്തോടുകൂടെ നിങ്ങൾ ഉണ്ടാകണമെന്ന് വിനയത്തോട് അപേക്ഷിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.